ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ലീജിയൻ ഓഫ് മേരി രക്ഷിതാവിന്റെ മാതാവ് എന്ന പ്രസീതിയ മക്കൾ അവതരിപ്പിക്കുന്ന വാർദ്ധക്യത്തിലെ മാതാപിതാക്കളുടെ ജീവിതകഥ. വാർദ്ധക്യം ഒരു ശാപമല്ല. ഭൂമിയിൽ പിറന്ന എല്ലാവരെയും അത് തേടിയെത്തും. എന്നാൽ പുതിയ കാലത്ത് മനുഷ്യർ അത് ബോധപൂർവം വിസ്മരിക്കുന്നു. അതിന്റെ തെളിവുകളാണ് ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങളും അവിടെ ശരണാർത്ഥികളാകുന്ന വൃദ്ധരുടെ എണ്ണത്തിലെ വർധനയും. ഇപ്പോൾ അഭിമാനിക്കുന്ന യുവത്വം ഏറെക്കാലം നിലനിൽക്കില്ല എന്ന യാഥാർത്ഥ്യബോധം സ്വന്തം മാതാപിതാക്കൾക്ക് കനിവിന്റെ തണലേകാൻ രക്ഷിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ഉൾപ്രേരണയാകട്ടെ ഞങ്ങളുടെ ഈ ചെറിയ അവതരണം. ഹലോ, പറയടി മോളെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലേ ക്രിസ്മസ് ആയിട്ട്? ഞാൻ നിങ്ങളെ കാത്തിരിക്കാം. അമ്മച്ചി, ഞാനിന്ന് വരുന്നുണ്ട്. അമ്മച്ചിയെ കണ്ടിട്ട് കുറേ നാളായി. ചേച്ചിയും ഇന്ന് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങളും തമ്മിൽ കണ്ടിട്ട് കുറേ നാളായി. എൻ്റെ ദൈവമേ, എൻ്റെ മക്കൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. സന്തോഷമായി മക്കളെ, നിങ്ങളെ കാണാൻ കൊതിയായി. എടി അന്നക്കച്ചേ, ഇങ്ങോട്ടൊന്ന് വന്നേടി. എന്താ അമ്മച്ചി രാവിലെ ഇത്ര സന്തോഷം? എടി, എൻ്റെ രണ്ട് മക്കളും ഇന്ന് വരുന്നുണ്ടെന്ന്. നീ പോയി കുറച്ച് കൊഞ്ചും കരിമീനും താറാവും ഒക്കെ വാങ്ങിട്ട് വാ. അവർക്കൊന്നിനും ഒരു കുറവും വേണ്ട. നീ ചന്തയ്ക്ക് പോയി കണ്ടവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് നിൽക്കാതെ വേഗം വന്നോളൂ. നീ ഒരു ഓട്ടോ പിടിച്ചു പോയി എളുപ്പം വാ. ഞാൻ ആരോട് വർത്തമാനം പറഞ്ഞു നിൽക്കാൻ അമ്മച്ചി? അമ്മച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കാനല്ലേ ഓരോരുത്തരും എന്നെ പിടിച്ചു നിർത്തുന്നത്. എനിക്ക് എന്ത് നന്മയാണുള്ളതടി. നീ വേഗം പോയിട്ട് വാ. എന്റെ പുന്നാരമ്മച്ചി, ഞാൻ വേഗം വരാം. രഹസ്യാമേ, എന്തുപാടി നിനക്ക് ഇത്ര സന്തോഷം? എടി പെണ്ണമ്മേ, എൻ്റെ മക്കൾ രണ്ടുപേരും ഇന്ന് വരുന്നുണ്ടെന്ന്. അതിൻ്റെ സന്തോഷമാണ്. ഓ, പിള്ളേര് വരുന്നോടി. കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുമോ അതോ അവർ തനിച്ചാണോ വരുന്നത്? അതൊക്കെ ഒരു സർപ്രൈസ് ആണെന്നാ പറഞ്ഞേ. അതിരിക്കട്ടെടി, അന്നെക്കുറിച്ച് അടുത്ത ആഴ്ച പോവുകയല്ലയോ? അപ്പോൾ നിനക്ക് ആരുണ്ട് കൂട്ടിന്? അതിനല്ല എൻ്റെ മക്കൾ വരുന്നത്. ഞാൻ അവരുടെ കൂടെ അങ്ങ് പോകും. അതിരിക്കട്ടെടി, നീ ജർമ്മനിയിലേക്കാണോ ലണ്ടനിലേക്കാണോ പോകുന്നത്? അതൊക്കെ അവർ വന്നിട്ട് തീരുമാനിക്കാം. ആഹാ, നീ ഇത്ര പെട്ടെന്ന് വന്നോ? എല്ലാം കിട്ടിയോ? അമ്മച്ചി, എല്ലാം കിട്ടി. നല്ല സൂപ്പർ സാധനങ്ങളാണ്. കരിമീൻ പിടയ്ക്കുന്നത് അമ്മച്ചിക്ക് കാണണോ? വേണ്ട, നീ ചെന്ന് എളുപ്പം എല്ലാം ശരിയാക്കും. പിള്ളേര് വരുന്നതിന് മുമ്പ് തന്നെ. ഇതൊക്കെയാണെങ്കിലും അന്നെക്കുറിച്ച് നിനക്ക് നല്ലൊരു കൂട്ടായിരുന്നു മതിയോടി. അവളങ്ങ് പോകല്ലേ. അവളെൻ്റെ കൂടെ വന്നിട്ട് 10 വർഷമായി. അവൾക്കും വേണ്ട ഒരു ജീവിതം. ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് അവൾ വിവാഹം നടത്തി കൊടുത്തു. 2 ദിവസം കഴിഞ്ഞാൽ അവൾ അങ്ങ് പോകും. അവൾ എനിക്ക് എൻ്റെ മകളെ പോലെയാണേടി. നിന്നെ പോലെ ഇത്ര നല്ല മനസ്സുള്ള ഒരാളെ ഈ കാലത്ത് കണ്ടു കിട്ടുമോടി? നമ്മൾ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യണ്ടേടി. അതിൽ പരം എന്തുണ്ട് സന്തോഷം? എനിക്ക് രഹസ്യാമേ, എനിക്ക് നിന്റെ അടുത്ത് വന്നിരിക്കുമ്പോഴാ ഒരു സന്തോഷം. നീ അങ്ങ് പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമടി? എന്നത് ചായ കുടിച്ചിട്ട് രണ്ടുപേരും കൂടി പരദൂഷണം പറഞ്ഞിരിക്കുക. നീ എന്താ പറഞ്ഞേ? ഞങ്ങൾ പരദൂഷണം പറയുന്നു? അമ്മച്ചി, ഞാൻ വെറുതെ പറഞ്ഞതാ. അമ്മച്ചി എന്റെ ദൈവമല്ലേ. ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ അമ്മച്ചി ഉള്ളത് കൊണ്ടല്ലേ. നീ ഒന്ന് ചിങ്ങാതെ കൂടി. താറാവ് മപ്പാസ് റെഡിയായോ? മിനിമോൾക്ക് താറാവ് മപ്പാസ് വലിയ ഇഷ്ടമാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട് അമ്മച്ചി. എന്നാൽ ഞാനിനി പോകട്ടടി. ഇനി എത്ര ദിവസം അന്നെക്കുറിച്ചിന് ചായ കുടിക്കാനാ? എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് എത്ര നേരം വന്ന് ഇരിക്കാൻ സാധിക്കും? വീട് പിള്ളേരെ എന്നെ തള്ളിയിടാതെ. ഈ പിള്ളേരുടെ ഒരു കാര്യം. ഞങ്ങൾ അമ്മച്ചിയെ കണ്ടിട്ട് എത്ര നാളായി. അമ്മച്ചിയെ കാണാനല്ലേ ഞങ്ങൾ ഓടി വന്നത്. നിങ്ങൾ കുഞ്ഞുമക്കളെ കൊണ്ടുവന്നില്ലേ? എൻ്റെ കൊച്ചുമക്കളെ കണ്ടിട്ട് എത്ര നാളായി.
എൻ്റെ അമ്മച്ചി പിള്ളേർക്ക് ഈ സ്ഥലമൊന്നും ഒട്ടും ഇഷ്ടമല്ല. അവർക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പിടിക്കില്ല. ഇവിടുത്തെ ആളുകളെ അവർക്ക് ഇഷ്ടമല്ല. സാരമില്ല മക്കളെ, അന്നക്കൊച്ചു നാളെ പോകല്ലേ. ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് ചെയ്യാനാ? എനിക്കിനി ഒരാളുടെ സഹായമില്ലാതെ പറ്റത്തില്ല. ഞാൻ അവിടെ വന്ന് കൊച്ചുമക്കളെ കണ്ടോളാം. ശരി ശരി, അമ്മച്ചി അകത്ത് പോയി റെസ്റ്റ് എടുക്ക്. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. എടി, ഞാൻ അമ്മച്ചിയെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ. നിനക്ക് അമ്മച്ചിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ഞങ്ങളുടേതായ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അത് അമ്മച്ചിക്ക് പറ്റില്ല. ചേച്ചി എന്തുവായി പറയുന്നത്? നമ്മൾ അവിടെ വെച്ച് ഫോണിലൂടെ പറഞ്ഞതല്ലേ. അമ്മച്ചിയെ നോക്കാനും ചുമക്കാനൊന്നും എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് നാളെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അമ്മച്ചിയെ നമുക്ക് അവിടെ കൊണ്ടു ചെന്നാക്കാം. നമ്മൾ എന്ത് പറഞ്ഞു കൊണ്ടുപോകും ചേച്ചി? അമ്മച്ചി വരുമോ? നമ്മൾ ടൂറ് പോകാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് ചെന്നാക്കാം. എന്നാൽ ഓക്കെ, എല്ലാം നാളെ തന്നെ ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് കറങ്ങാൻ പോകണം. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിച്ചു പൊളിച്ച് നമുക്ക് തിരിച്ചു പോകാം. ചേച്ചി വാ മക്കളെ, വിശക്കുന്നില്ലേ? നമുക്ക് വല്ലതും കഴിക്കാം. അമ്മച്ചി, ഞങ്ങൾ വരികയാ. അതിനു മുൻപ് ഒരു കാര്യം. അന്നക്കൊച്ചേ, നീ ഇന്ന് തന്നെ പോയിക്കോ. ഞങ്ങൾ അമ്മച്ചിയെയും കൊണ്ട് നാളെ ടൂറ് പോവുകയാണ്. അമ്മച്ചി, ഈ ചേച്ചി പറയുന്നത് കേട്ടോ? ഞാൻ ഇന്നും കൂടിയല്ലേ എൻ്റെ അമ്മച്ചിയുടെ കൂടെയുള്ളൂ. നാളെ എൻ്റെ ഇച്ചായൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരും. ഞാൻ നാളെ പോയിക്കൊള്ളാം അമ്മച്ചി. അമ്മച്ചി ഒന്ന് പറ. മതി കൊച്ചേ, നീ വിഷമിക്കാതെ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ നീയും ഇറങ്ങിക്കോ. വാ മക്കളെ, പലതും കഴിക്കാം. എന്താ മക്കളെ, നിങ്ങൾ ടൂറ് പോകാമെന്നും പറഞ്ഞ് ഇവിടെയാണ് എന്നെ കൊണ്ടുവന്നത്? ആരുപേരും ഇല്ലാത്തവരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ. ഇങ്ങനെ തോന്നിയതിന് സന്തോഷം. ദൈവത്തിന് നന്ദി. അല്ല, ആരാ ഇത്? ടീച്ചറമ്മയോ? മക്കളുമുണ്ടല്ലോ. എന്തു പറ്റി എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരാൻ? അല്ല, അമ്മച്ചി അറിയാമോ? അറിയാമോ എന്നോ? അമ്മച്ചി ഇവിടെ എല്ലാ വിശേഷങ്ങൾക്കും വരുന്നതല്ലേ. ഞങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു ടീച്ചറമ്മേ. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല, ഈ പിള്ളേരെന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ. ഓ, ഞങ്ങൾക്ക് സമാധാനമായി. ഞങ്ങൾ അമ്മച്ചി ഇവിടെ ആക്കാൻ വന്നതാ. അമ്മച്ചിയുടെ സർവന്റ് അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ പോയി. അത് അമ്മച്ചിയുടെ അഹങ്കാരം കൊണ്ടല്ലേ അവളെ കെട്ടിച്ചു വിടാൻ പോയത്. ഞങ്ങൾക്ക് അമ്മച്ചിയെ നോക്കാനൊന്നും നേരമില്ല. അമ്മച്ചി ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരില്ല. ചി, എന്നേൽക്കടി. നിനക്കൊക്കെ ആരുണ്ടാക്കി തന്നതാ ഈ സ്റ്റാറ്റസ് ഒക്കെ? തന്തയാര് തള്ളയാര് എന്നറിയാത്ത രണ്ടെണ്ണം. മേഡം, ഒന്നും പറയാതെ. ടീച്ചറമ്മൊന്നും മിണ്ടാതിരിക്കെ. ഇവളുമാരെ അങ്ങനെയൊന്നും വിടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വട്ടുണ്ടോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങൾ തന്തയും തള്ളയും ഇല്ലാത്തവരല്ല. ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മച്ചി. പപ്പായെ ഞങ്ങൾ കണ്ടിട്ടില്ല, മരിച്ചു പോയെന്നാണ് അമ്മച്ചി പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ഇത് കേട്ടോ? ഈ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മച്ചിയുമല്ല. ഈ ടീച്ചറമ്മ കല്യാണം കഴിച്ചിട്ടുമില്ല. ഓരോ ക്രിസ്മസ് ദിനത്തിലും അമ്മത്തൊട്ടിയിൽ നിന്ന് കിട്ടിയ 2 കുഞ്ഞുങ്ങളാണ് നിങ്ങൾ രണ്ടുപേരെ സ്വന്തം മക്കളായി വളർത്തി അവരുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് അവരൊരു ഭാരമായി അല്ലേ? ഹലോ അന്നപ്പച്ചേ, എന്താടി? അമ്മച്ചി, അമ്മച്ചി എവിടെയാ? പോകുന്നതിന് മുമ്പ് എനിക്ക് അമ്മച്ചിയെ ഒന്നുകൂടി കാണണം. മോളെ, ഞാനിവിടെ ഈ സ്നേഹസദനത്തിനാ. എന്തുവായി കേൾക്കുന്നത്? അമ്മച്ചി സ്നേഹസദനത്തിലോ? അവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. അമ്മച്ചി, ഇത്ര നാളായിട്ട് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. അമ്മച്ചി, ഞങ്ങളോട് ക്ഷമിക്കണം. എന്നിട്ട് ഞങ്ങളുടെ കൂടെ വരണം. ഇനി ഞങ്ങൾ അമ്മച്ചിയെ ഉപേക്ഷിക്കില്ല. സാരമില്ല മക്കളെ, ഇതൊക്കെ ലോക സഹജമല്ലേ. അപ്പനും അമ്മയും പ്രായമാകുമ്പോൾ ആർക്കും വേണ്ട. അപ്പനും അമ്മയും അവർക്കൊരു ഭാരമാ. ടീച്ചറമ്മ ആരുടെയും കൂടെ വരുന്നില്ല. ഞങ്ങളുടെ കൂടെ നിന്നോ, ഞങ്ങൾക്കൊന്നുപോലെ നോക്കിക്കൊള്ളാം. എൻ്റെ ത്രേസ്യാമേ, അന്നക്കൊച്ചു പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് നീ ഇങ്ങോട്ടാണ് വന്നത്. അമ്മച്ചി, അമ്മച്ചിയെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. എൻ്റെ ഇച്ചായൻ എന്നോട് പറഞ്ഞതാ നമുക്ക് അമ്മച്ചിയെ നോക്കാമെന്ന്. അമ്മച്ചിയുടെ മക്കളോടൊപ്പം ഞങ്ങൾ എങ്ങനെ പറയും അമ്മച്ചിയെ നോക്കിക്കൊള്ളാമെന്ന്? നമുക്ക് പോകാം അമ്മച്ചി. അമ്മച്ചി എൻ്റെ കൂടെ വാ. ത്രേസ്യാമേ, നിന്റെ തീരുമാനം നന്നായി. അന്നക്കൊച്ചു നിന്നെ കൊന്നുപോലെ നോക്കിക്കൊള്ളും. ശരി മോളെ, ഞാൻ നിന്റെ കൂടെ വരാം. എനിക്ക് ഈ നാടും വീടും വിട്ട് പുറത്തു പോകാനൊന്നും ഇഷ്ടമില്ല.
അവിടുത്തെ ക്ലൈമറ്റൊന്നും എനിക്ക് പിടിക്കില്ല. നിനക്കൊരു ഭാരമാകുമ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവിട്ടാൽ മതി. അമ്മച്ചി, ഞങ്ങൾ ഉപേക്ഷിക്കല്ലേ. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ഇല്ല മക്കളെ, ഇവളെനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ്. നിങ്ങൾ സുഖമായി ജീവിക്കും. എനിക്കത് കേട്ടാൽ മതി. സമയം കിട്ടുമ്പോൾ നിങ്ങൾ എന്നെ കാണാൻ വന്നാൽ മതി. കുഞ്ഞുമക്കളെയും കൊണ്ടുവരണേ. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.